എന്റെ പേര് മമ്മൂട്ടി എന്നാണ്. മുഹമ്മദ് കുട്ടിയേക്കാളും അരോചകമാണ് അന്നത്തെ. കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി എന്ന് വിളിച്ചാണ്. ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന്റെ ഒരു അസ്കിലുണ്ടല്ലോ, ഒരു വല്ലാതെ പഴഞ്ഞം പേരാണ് എന്ന് തോന്നിയിരിക്കും. പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ആൾക്കാരൊക്കെ ഇല്ലേ, പ്രായമുള്ള ആൾക്കാർ. എന്റെ ഉപ്പപ്പയുടെ പേരാണ്, ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ പുള്ളിക്കറി മരിച്ചു പോയി എന്റെ ഓർമ്മയുണ്ട്. അപ്പൊ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്കിട്ട് ഞാൻ ഒരു അരോചകം ഞാൻ ആലോചിച്ചു. അപ്പൊ കോളേജ് കയറി മാരേജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെന്നപ്പോ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിലത് ഞാനും കൂടെ ഒളിപ്പിച്ചു. അവൻ ആ പേര് അപ്പാടെ ഞാനതങ്ങ് മറച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് ഐഡന്റിറ്റി കാർഡ് കോളേജിൽ ഓർമ്മയില്ലേ? ഈ ഐഡന്റിറ്റി കാർഡ് എടുക്കണ്ടേ എന്റെ വീണ് കിട്ടിയപ്പോ എന്റെ പേരിങ്ങനെ മുഹമ്മദ് കുട്ടി എന്നാണ്. എന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായത്. അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു. എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ്. അവനിപ്പോ എവിടെയാണോ? അപ്പൊ അവൻ പാറ്റൻറ്റിലാണ് പഠിക്കുന്നത്, ഞാൻ BA. അതിനുശേഷം ഞാൻ മമ്മൂട്ടിയായി. അത് ഈ മുഹമ്മദ് കുട്ടിയേക്കാളും അരോചകമാണ് അന്നത്തെ. കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി എന്ന് വിളിച്ചാണ്. പക്ഷെ ആ മമ്മൂട്ടിയാണ് പിന്നീട് ഈ മമ്മൂട്ടി ആയത്. ഞാൻ മാരിജാൻ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കാലത്ത്, പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും, എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്കെൻ്റെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓമറെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീണു. അതൊരുത്തൻ എടുത്ത് നോക്കിയിട്ടിട, നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടാൻ. പക്ഷേ പലരും ചോദിച്ചു ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന്. പലരും സ്വമേധയാ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന, എനിക്ക് പേരിട്ട മമ്മൂട്ടി ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. എടവനക്കാടാണ് വീട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹമാണ്, എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരിട്ട്. ആ പേരിനാണുള്ളൊരു കാരണക്കാരൻ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇയാളെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പുറത്തു വിടാതെ, ഒരു സർപ്രൈസിൽ. ഇങ്ങനെ 4 പേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതേതായാലും ഈ ഫോർത്തൂസിൻ്റെ ഈ വേദിയിൽ തന്നെ ആയതിൽ വളരെയേറെ സന്തോഷവും.